ബലിവേദിയിൽ ബലിയർപ്പണത്തിനായി അണയുന്നിതാ. ഞങ്ങൾ ബലിവേദിയിൽ ബലിയർപ്പണത്തിനായി അണയുന്നിതാ. നാഥന്റെ കാൽവരിയാഗത്തിനോർമ്മകൾ അനുസ്മരിക്കാൻ അണയുന്നിതാ. നാഥന്റെ കാൽവരിയാഗത്തിനോർമ്മകൾ അനുസ്മരിക്കാൻ അണയുന്നിതാ. അണയുന്നിതാ ഞങ്ങൾ ബലിവേദിയിൽ ബലിയർപ്പണത്തിനായി അണയുന്നിതാ. കാൽവരി മലമുകളിൽ തിരുനാഥനേകിയ ജീവാർപ്പണം. കാൽവരി മലമുകളിൽ തിരുനാഥനേകിയ ജീവാർപ്പണം. പുനരർപ്പിക്കുമേ തിരുവൾത്താരയിൽ അണയാം ജീവിത കാഴ്ചയുമായി തിരുമുൻപിൽ. പുനരർപ്പിക്കുമേ തിരുവൾത്താരയിൽ അണയാം ജീവിത കാഴ്ചയുമായി തിരുമുൻപിൽ. വിശ്വാസിക്കായിക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, തിരുക്കുടുംബ തിരുനാൾ ദിവസത്തിൻ്റെ എല്ലാ പ്രാർത്ഥന അനുഗ്രഹങ്ങളും എല്ലാ കുടുംബങ്ങൾക്കുമായി സ്നേഹപൂർവം നേരുന്നു. ദൈവത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരപ്പനും ദൈവത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനയായി തീർന്ന ഒരമ്മയും ദൈവത്തിൻ്റെ വചനം തന്നെയായ ഒരു മകനും ഉൾപ്പെടുന്ന തിരുക്കുടുംബം എൻ്റെയും നിൻ്റെയും മുൻപിൽ യഥാർത്ഥമായ സ്നേഹത്തിൻ്റെയും കൃപയുടെയും വലിയ അടയാളമായി കടന്നുവരുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഓരോ കുടുംബങ്ങളും തിരുക്കുടുംബമാകട്ടെ. ഓരോ അപ്പനും യൗസേപ്പിതാവിനെ പോലെയും ഓരോ അമ്മയും പരിശുദ്ധ മറിയത്തെ പോലെയും എല്ലാ മക്കളും ഈശോയുടെ ഹൃദയമുള്ളവരുമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ, ഒരുക്കത്തോടെ, നിയോഗത്തോടെ, ഭക്തിയോടെ നമുക്ക് ബലി സമർപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. ആത്മാവോടും കൂടെ. സഹോദരരെ, ഈ ദിവ്യബലി ഭക്തിയായി അർപ്പിക്കാം. നമ്മുടെ പാപങ്ങളോട് പശ്ചാത്തപിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ, നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ
നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ, ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമൈക്കിതാ നന്ദി ചൊല്ലും നീവർ താഴ്മയായി, ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവ്വശക്തനാം ദൈവമേ, നാഥനാം അങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദേവസൂനുവേ, കർത്താവാം ശ്രീയേശുക്രിസ്തുവേ. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നിർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ.
താനേകനാം നാഥനും അങ്ങു മാത്രം പരമോന്നതൻ ത്രിത്വൈക ദൈവമഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ പിതാവേ, തിരുക്കുടുംബത്തിന്റെ ഉത്തമ മാതൃകയെ അങ്ങേ കൃപകളിൽ ജീവിക്കുവാൻ, അങ്ങേ ഭവനത്തിന്റെ സന്തോഷത്തിൽ പങ്കാളികളാകുവാൻ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി അർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്ന് മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ അവൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവൻ്റെ മക്കൾ സന്തോഷിപ്പിക്കും. അവൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. മരിക്കുന്നതുവരെ അവന് ദുഃഖമുണ്ടാകരുത്. അവൻ അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. പാപങ്ങളുടെ കടം വീടുന്നതിന് അതുപകരിക്കും. കഷ്ടതയുടെ ദിനങ്ങളിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാനഫലം നീ അനുഭവിക്കും. നീ സന്തുഷ്ടനായിരിക്കും. നിനക്ക് നന്മ വരും. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ ഭാര്യ ഭവനത്തിൽ ബലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. കർത്താവിൻ്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും. കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ ആയുഷ്കാലം അത്രയും നീ ജെറുസലേമിൻ്റെ ഐശ്വര്യം കാണും. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊളോസ്സക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാജനങ്ങളും പരിശുദ്ധരുമെന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവിൻ. ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കണം. സർവോപരി എല്ലാറ്റിനെയും കൂട്ടയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഈ സമാധാനത്തിലേക്കാണ് നിങ്ങൾ
ഏക ശരീരമായി വിളിക്കപ്പെട്ടത്. അതിനാൽ നിങ്ങൾ കൃതജ്ഞതാ നിർഭരരായിരിക്കുവിൻ. പരസ്പരം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോഴും കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയ ഗീതങ്ങളും പാടുമ്പോഴും ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ. നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്തു ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞതയർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് യോഗ്യമാം വിധം ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. ഭർത്താക്കന്മാരെ, നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. അവരോട് നിർദ്ദയമായി പെരുമാറരുത്. കുട്ടികളെ, എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ. ഇത് കർത്താവിന് പ്രീതികരമത്രേ. പിതാക്കന്മാരെ, നിങ്ങളുടെ കുട്ടികളെ പ്രകോപിപ്പിക്കരുത്. പ്രകോപിപ്പിച്ചാൽ അവർ നിരുന്മേഷരാകും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് യൗസേപ്പിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നതുവരെ അവിടെ താമസിക്കുക. ഹെറോദേസ് ശിശുവിനെ വധിക്കാൻ വേണ്ടി ഉടൻ അന്വേഷണം തുടങ്ങും. അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. ഹെറോദേസിൻ്റെ മരണം വരെ അവിടെ വസിച്ചു. ഈജിപ്തിൽ നിന്നും ഞാൻ എൻ്റെ പുത്രനെ വിളിച്ചു എന്ന് പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്തത് പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. ഹെറോദേസിൻ്റെ മരണത്തിന് ശേഷം ഈജിപ്തിൽ വെച്ച് കർത്താവിൻ്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. ശിശുവിനെ വധിക്കാൻ ശ്രമിച്ചവർ മരിച്ചു കഴിഞ്ഞു. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പുറപ്പെട്ടു. മകൻ അർക്കലാവോസാണ് പിതാവായ ഹെറോദേസിൻ്റെ സ്ഥാനത്ത് യൂദയായിൽ ഭരിക്കുന്നതെന്ന് കേട്ടപ്പോൾ അവിടേക്ക് പോകുവാൻ യൗസേപ്പിന് ഭയമായി. സ്വപ്നത്തിൽ ലഭിച്ച മുന്നറിയിപ്പ് അനുസരിച്ചവൻ ഗലീലി പ്രദേശത്തേക്ക് പോയി. അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പ്രവാചകൻ വഴി അരുളി ചെയ്തത് നിവർത്തിയാകുവാൻ നസ്രത്ത് എന്ന പട്ടണത്തിൽ അവർ ചെന്ന് പാർത്തു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയുടെ തിരുവചനങ്ങൾ നമ്മെ സമാധാനത്തിലേക്ക് എന്നും നയിക്കുമാറാകട്ടെ. ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, കത്തുന്ന സൂര്യനെ കണക്ക് എല്ലായിടവും പ്രകാശിപ്പിക്കുന്ന ഒരപ്പൻ,
ഉരുകി ഒലിഞ്ഞ് തീരുന്ന ഒരു മെഴുകുതിരി കണക്ക് സ്വയമില്ലാതാകുന്ന ഒരമ്മ, തഴുകി തലോടി കടന്നുപോകുന്നൊരു കാറ്റുപോലെ എല്ലാവർക്കും ആശ്വാസമാകുന്ന ഒരു പുത്രൻ. തിരുക്കുടുംബത്തിൻ്റെ അന്തസ്സത്ത ഇപ്രകാരം തന്നെയാണ്. എന്നെ കേൾക്കുന്ന ഓരോരുത്തരുടെയും കുടുംബങ്ങളും തിരുക്കുടുംബമാകട്ടെ എന്നാണ് പ്രാർത്ഥന. ചുവന്ന് കത്തുന്ന സൂര്യൻ്റെ സന്ധ്യാനേരത്താണ് ആ ദമ്പതികളെ ഞാൻ മറൈൻ ഡ്രൈവിൽ വെച്ച് ആദ്യമായി കാണുക. കൈയോട് കൈപിടിച്ച് വൃദ്ധരായ ദമ്പതികൾ ആ സന്ധ്യാനേരത്തിങ്ങനെ മറൈൻ ഡ്രൈവിലൂടെ നടന്നു വരുന്നു. പ്രായമേറിയ ഈ അപ്പൻ ഏതോ തമാശ പറയുമ്പോൾ ഈ അമ്മ പൊട്ടിച്ചിരിക്കുന്നുണ്ട്, നാണിച്ച് തല താഴ്ത്തുന്നുണ്ട്. ജീവിതത്തിൻ്റെ സുഹൃതങ്ങളുടെ സന്തോഷമുള്ളത് കൊണ്ടാകണം അവരിങ്ങനെ ആ സന്ധ്യാനേരത്ത് സമാധാനത്തോടെ ചിരിച്ച് മുന്നോട്ടിങ്ങനെ വരിക. പതുക്കെ പതുക്കെ ഞങ്ങൾ സുഹൃത്തുക്കളായി. പിന്നീട് അവര് വന്നത് എന്നെ അവരുടെ വിവാഹത്തിൻ്റെ 50ാം വാർഷികത്തിന് ക്ഷണിക്കുവാനാണ്. സന്തോഷത്തിൻ്റെ ആ കുർബാന നേരത്ത് ഈ വൃദ്ധരായ ദമ്പതികൾക്ക് മുൻപില് ദൈവവചനം പറയാനുള്ള നിയോഗം എനിക്കാണ് ലഭിച്ചത്. ഞാൻ അവരോട് കുർബാനയ്ക്ക് മുൻപ് വെറുതെ എന്ന വണ്ണം ചോദിച്ചു, അമ്മച്ചിയുടെ മുഖത്ത് സന്തോഷം തൊട്ടെടുക്കാവുന്ന തുടിപ്പ്, അപ്പച്ചന്റെ മുഖത്തോ ജീവിത സംതൃപ്തിയുടെ ഓളം വെട്ടൽ. വെറുതെ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇത്രമാത്രം സംതൃപ്തിയുടെ ഒരു ജീവിതം നിങ്ങൾക്കുണ്ടായത്? ഈ കാണുന്ന ദൈവകൃപയുടെ രഹസ്യം എന്താണ്? ഈ അമ്മ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കയ്യിൽ പിടിച്ചിങ്ങനെ പറഞ്ഞു, അച്ഛാ, ഞാൻ ഇപ്പോഴും എൻ്റെ ഇച്ഛായിയെ സ്നേഹിച്ച് തീർന്നിട്ടില്ല. അച്ഛാ, ഞാനിപ്പോഴും എൻ്റെ ഭർത്താവിനെ സ്നേഹിച്ച് തീർന്നിട്ടില്ല. ജീവിതത്തിൽ ഇതുപോലെ പറയുന്ന ഒരപ്പനുണ്ടെങ്കിൽ, ജീവിതത്തിൽ ഇതുപോലെ സ്നേഹിച്ചു തീർന്നിട്ടില്ല എന്ന് പറയാൻ ഒരമ്മയുണ്ടെങ്കിൽ, ജീവിതത്തിൽ ഇതുപോലെ മാതാപിതാക്കളെ സ്നേഹിച്ചു തീർന്നിട്ടില്ല എന്ന് പറയുന്ന മക്കളുണ്ടെങ്കിൽ, സ്നേഹമുള്ളവരെ, ആ ഇടത്തിന്റെ പേരാണ് തിരുക്കുടുംബം. ആ കുടുംബത്തിന്റെ പേരാണ് നസറത്തിലെ തിരുക്കുടുംബം എന്ന്. എന്നും സ്നേഹത്തിന്റെ പങ്കുവയ്ക്കലുള്ള ഇടം. ഒരു അപ്പനും അമ്മയും മാത്രം നടത്തുന്ന ഒരു അനാഥ മന്ദിരത്തിൽ ഒരിക്കൽ ചെന്നു. എന്നും സന്തോഷമാണ് അവിടെ. ഈ അപ്പനും അമ്മയും അവരുടെ ഏതാണ്ട് 30ഓളം കുഞ്ഞുമക്കളെ ഇങ്ങനെ ഊട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ചെല്ലുക. അവര് സന്തോഷത്തോടെ ആയിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു കുഞ്ഞുങ്ങളോട്, എന്താണ് ഇത്ര സന്തോഷം? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അപ്പനില്ല, ഇപ്പോൾ ഞങ്ങൾക്ക് സ്നേഹമായ ഒരു അപ്പനുണ്ട്. ഞങ്ങൾക്ക് അമ്മയില്ലായിരുന്നു, ഇപ്പോൾ ഞങ്ങളെ മാത്രം നോക്കിയിരുന്ന, കണ്ണിലെണ്ണയോടെ ഒഴിച്ചു നോക്കിയിരിക്കുന്ന ഒരു അമ്മ ഞങ്ങൾക്കുണ്ട്. ഈ അപ്പനോടും അമ്മയോടും ചോദിച്ചു, ഒന്നല്ല രണ്ടല്ല 30ഓളം മക്കളാ സ്വന്തം. എങ്ങനെയാണ് എല്ലാ ദിവസവും ഈ സന്തോഷം? ഈ അപ്പൻ പറഞ്ഞു, അച്ഛാ, വിളമ്പി കൊടുക്കുമ്പോഴാണ് സ്നേഹം വർദ്ധിച്ചു വരിക. ജീവിതം ഇങ്ങനെ വിളമ്പി കൊടുക്കുമ്പോഴാണ് സ്നേഹം വർദ്ധിച്ചു വരിക.
തിരുക്കുടുംബത്തിന്റെ കൃപയുടെ രഹസ്യം എന്താണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇതാ. അവിടെ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും വിളമ്പിക്കൊടുത്തത് സ്നേഹമായിരുന്നു, കൃപയായിരുന്നു, ദൈവത്തിന്റെ അനുഗ്രഹങ്ങളായിരുന്നു, സർവോപരി പരിശുദ്ധാത്മാവിനെ തന്നെയായിരുന്നു. ഒരിക്കലൊരു കുഞ്ഞ് അടുത്തു വന്നത് എനിക്കറിയാം. ഡിപ്രഷൻ എന്ന രോഗത്തോടെ 10ാം ക്ലാസ്സിൽ ഉയർന്ന മാർക്ക് വാങ്ങി +2-നും ഡിഗ്രിക്കും തോറ്റ് വളരെ കഷ്ടപ്പെട്ടെന്ന വണ്ണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളൊക്കെ നശിച്ചു പോയ ഒരു കുഞ്ഞ്. ഒരുപാട് സംസാരങ്ങൾക്കിടയിൽ അവൾ പറഞ്ഞു, അച്ഛാ, എനിക്കെൻ്റെ അമ്മ ഒരു ഫാഷൻ ലേഡിയും എനിക്കെൻ്റെ അപ്പൻ കേവലം ഒരു ചെക്ക് ബുക്കുമാണ് എന്ന്. ദൂരെ ഇരുന്ന് തൻ്റെ മകളെ ചെക്ക് ബുക്കിനാൽ സ്നേഹിക്കുന്ന ഒരപ്പനും സ്വന്തം മകൾക്ക് മുൻപിൽ സ്നേഹം കൊടുക്കാതെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഒരു അമ്മയും അവൾ പറയുന്നു, എനിക്കെൻ്റെ കുടുംബത്തോടുള്ള വെറുപ്പാണ് എന്നോട് തന്നെയുള്ള വെറുപ്പായി മാറ്റപ്പെട്ടത്. എവിടെയാണോ കുടുംബത്തിൽ എരിഞ്ഞു കത്താൻ തയ്യാറില്ലാത്ത ഒരപ്പനും അമ്മയും മക്കളും ഉണ്ടാവുക, ആ കുടുംബത്തിൻ്റെ ഒത്ത നടുക്കൊരു കെടുംതിരി കത്തുന്ന ഒരു അനുഭവമാണ് ഉണ്ടാവുക. സ്നേഹമുള്ളവർ, ഒരിക്കൽ ഒരപ്പനെ കണ്ടപ്പോൾ, അധികം പ്രായമില്ലാത്ത ഒരപ്പൻ, ഞാൻ ചോദിച്ചു, അധികം പ്രായമായിട്ടില്ലല്ലോ, പിന്നെ എന്തേ മുടിയൊക്കെ നരച്ചു പോയി, എന്തേ മുഖത്തൊക്കെ ഇങ്ങനെ പാടുകളൊക്കെ വീഴാൻ തുടങ്ങി? ഈ എന്നെ സ്നേഹപൂർവം ചേർത്ത് പിടിച്ച് ആ അപ്പം പറഞ്ഞു, അച്ഛാ, കുടുംബത്തിനു വേണ്ടി ആത്മാർത്ഥമായി ആരൊക്കെ ജീവിച്ചാലും അവരുടെ മുടിയൊക്കെ പെട്ടെന്ന് നരച്ചു പോകും, അവരുടെ മുഖത്ത് ഒരുപാട് ദുഃഖച്ചുളിവുകൾ വീഴുകയും ചെയ്യുമെന്ന്. അയാളിങ്ങനെ നടന്നു പോകുമ്പോൾ ഞാൻ ഓർത്തു, യഥാർത്ഥത്തിൽ അതല്ലേ ഔസേപ്പിതാവ്, യഥാർത്ഥത്തിൽ അതല്ലേ പരിശുദ്ധ മറിയം, യഥാർത്ഥത്തിൽ അതല്ലേ ഈശോ കർത്താവ്. ആരാണോ കുടുംബത്തിനു വേണ്ടി സ്നേഹം കൊടുത്തില്ലാതാവുക, ആരാണോ കുടുംബത്തിനു വേണ്ടി കത്തിയെരിയുന്ന വിളക്ക് കണക്ക് മെഴുതിരി കണക്കില്ലാതാവുക, ആരാണോ ജീവിതം ഒരു വലിയ പ്രാർത്ഥന പോലെ നെടുവീർപ്പുകളുടെ ഇടയിലുള്ളൊരു പ്രാർത്ഥന കണക്ക് ജീവിതത്തെ വെറുതെ വിട്ടുകൊടുക്കുക, അവരുടെയൊക്കെ കുടുംബങ്ങളുടെ പേരാണ് പ്രിയപ്പെട്ടവരെ തിരുക്കുടുംബം എന്ന. ഓർമ്മകളിൽ ഒരു ക്യാമ്പ് ഉണ്ട്, കുഞ്ഞുങ്ങളുടെ ക്യാമ്പാണ്. ഒരുപാട് കുഞ്ഞുങ്ങൾ ഒരുമിച്ച് വരുന്നൊരു ക്യാമ്പ്, നേതൃത്വ പരിശീലന ക്യാമ്പ്. ആ 200-250ഓളം വരുന്ന കുഞ്ഞുങ്ങളിൽ ഒരാൾ മാത്രം കുസൃതി. സിസ്റ്റേഴ്സ് വന്ന് പറഞ്ഞു, അച്ഛാ, ഇവൻ മഹാകുസൃതിയാണ്, ഇവനെ അച്ഛൻ ഒന്ന് ഉപദേശിക്കണം. അവൻ എൻ്റെ അടുത്ത് വന്നിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഒരു പാത്രത്തിൽ നിന്നിങ്ങനെ ഭക്ഷണം കഴിക്കാനായി തയ്യാറെടുത്തിരിക്കുമ്പോൾ ഞാൻ വെറുതെ അവനോട് ചോദിച്ചു, എന്തൊക്കെയുണ്ട് വിശേഷം? അവൻ പറഞ്ഞു, ഐ ഹേറ്റ് മൈ മം ആൻഡ് ഐ ഹേറ്റ് മൈ ഡാഡ്. എന്താ കാര്യം? അവൻ പറഞ്ഞു, അവർക്ക് ആർക്കും എന്നെ ഇഷ്ടമല്ല അച്ചോ. ഞാനിങ്ങനെ ഒരു ഉരുളയെടുത്തിങ്ങനെ എൻ്റെ വായിലേക്ക് വയ്ക്കാൻ ചെന്നപ്പോൾ എൻ്റെ നേരെ നോക്കി ആ കുഞ്ഞ്, അവൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. അവൻ എന്നോട് പറഞ്ഞു, അച്ഛാ, ഒരു ഉരുളയെടുത്ത് എനിക്കൊന്ന് വാരിത്തരാവോ? പക്ഷേ പൗരോഹിത്യ ജീവിതത്തിൽ അന്നായിരിക്കാം ഞാനൊരു അപ്പനായി മാറിയത്. ഒരു ഉരുള സ്നേഹത്തോടെ എടുത്ത് ഞാൻ അവന് കൊടുത്തു. അവൻ്റെ കണ്ണിൽ നിന്നിങ്ങനെ കണ്ണീരൊഴുകി. അവൻ പറഞ്ഞു, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അച്ചോ, എൻ്റെ അമ്മ ഇങ്ങനെ തന്നിരുന്നെങ്കിലെന്ന്, എൻ്റെ അപ്പൻ ഇതുപോലെ എനിക്ക് തന്നിരുന്നെങ്കിലെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. കുഞ്ഞിങ്ങനെ നടന്നു പോകുമ്പോൾ ഞാൻ ചിന്തിച്ചു, അവനെ സ്നേഹിക്കാത്ത ഏതോ ഒരപ്പൻ എവിടെയോ ഉണ്ട്. അവനെ സ്നേഹിക്കാതെ അവനെ അറിയാതെ പോകുന്ന ഏതോ ഒരു അമ്മ എവിടെയോ ഇരിപ്പുണ്ട്. ആ കുഞ്ഞിങ്ങനെ സ്നേഹത്തിന് വേണ്ടി ഇങ്ങനെ ഒരുള്ള ചോറിന് വേണ്ടി ഇങ്ങനെ നടന്നു നീങ്ങുമ്പോൾ ഓർക്കണം, തിരുക്കുടുംബമാകണമോ അമ്മയും അപ്പനും മക്കളും സ്നേഹത്തിൻ്റെ അമൃത് വാരിക്കൊടുക്കുന്നവരാകണം. അനാഥ മന്ദിരത്തിൽ ചെന്നത് എൻ്റെ ഓർമ്മയിലുണ്ട്. ഒരു പ്രായമുള്ള അമ്മ, ക്രിസ്മസ് കാലമാണ്, ഒരു വലിയ കേക്കുമായി ഈ അമ്മയുടെ അടുത്തും ഞാൻ ചെന്നു. അമ്മയോട് ഞാൻ പറഞ്ഞു, മെറി ക്രിസ്മസ് അമ്മേ, ഈ കേക്ക് വാങ്ങിക്കണം, സന്തോഷത്തോടെ ഇരിക്കണം. ഈ അമ്മ എന്നോട് വളരെ സ്നേഹത്തോടു കൂടി പറഞ്ഞു, അച്ഛാ, നന്ദി, ഒരുപാട് നാളുകൾക്ക് ശേഷമാണ്
എനിക്കൊരാൾ കേക്ക് തരിക. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് എന്നെ ഒരാൾ അമ്മ സന്തോഷമായിട്ടിരിക്കണം എന്ന് പറയുന്നത്. എന്നിട്ട് അവരെന്നോട് പറഞ്ഞു, അച്ഛൻ പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി. ഞാൻ ചോദിച്ചു, എന്താ പ്രാർത്ഥിക്കേണ്ടേ? അമ്മ പറഞ്ഞു, ഞാൻ പെട്ടെന്നൊന്ന് മരിക്കാൻ അച്ഛൻ പ്രാർത്ഥിക്കണം. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കരച്ചിൽ തുടങ്ങിയതുപോലെ എനിക്ക് തോന്നി. ഈ അമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നു, അച്ഛാ, ഒരുപാട് നാളായി ഞാൻ കാത്തിരിക്കുന്നു. ആ കാണുന്ന വാതിലിന്, ആ കാണുന്ന ഗേറ്റിൻ്റെ തുറന്ന് എൻ്റെ കുഞ്ഞ്, എൻ്റെ മകൻ, എൻ്റെ ഏകമകൻ, അവൻ്റെ ഭാര്യ, അവൻ്റെ 2 മക്കൾ ഓടി വരുന്നത് ഞാനെന്നും സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കും. അവരെൻ്റെ അടുത്ത് വരുമെന്നും അവരെന്നെ കെട്ടിപ്പിടിക്കുമെന്നും അവർക്കൊക്കെ ഞാൻ കവിളിൽ ഉമ്മ കൊടുക്കുമെന്നും ഒക്കെ ഞാൻ സ്വപ്നം കാണും. ഓരോ ദിവസവും ഞാൻ ഓർക്കും, ഇന്ന് വരും, നാളെ വരും. ഓരോ ക്രിസ്മസ്, ഓരോ ഈസ്റ്റർ, ഓരോ ഓണം, ഓരോ മഹാദിവസങ്ങളൊക്കെ കടന്നു പോകുമ്പോഴും ഞാൻ കരുതും, വരും, വരാതിരിക്കില്ല. വർഷങ്ങളായച്ച കാത്തിരുന്നു മടുത്തു. അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം, പെട്ടെന്നൊന്ന് മരിക്കാനായി. ആ അമ്മയും ഇങ്ങനെ നടന്നു പോകുമ്പോഴും ഞാൻ ഓർത്തു, എവിടെയോ തിരുക്കുടുംബമാകാതെ പോയ ഒരുപാട് പേരുടെ ദുഃഖവും പേറി ആ പാവപ്പെട്ട അമ്മ ഇങ്ങനെ നടന്നു പോകുന്നു. പ്രിയപ്പെട്ടവരെ, കുടുംബത്തെ തിരുക്കുടുംബമാക്കുന്നത് നിൻ്റെ സ്നേഹം മാത്രമാണ്, നിൻ്റെ കരുണ മാത്രമാണ്. നിൻ്റെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനകളും നിൻ്റെ ജീവിതത്തിൻ്റെ സ്നേഹവും നിൻ്റെ ജീവിത കരുണകളുമൊക്കെ ഒരു നുള്ളുചോറായി, ഒരു ഉരുളച്ചോറായി നീ നിൻ്റെ കുടുംബത്തിൽ പങ്കുവയ്ക്കുമ്പോൾ ഓർക്കണം, അപ്പോഴാണ് നിൻ്റെ കുടുംബം തിരുക്കുടുംബമായി മാറുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിനും ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനെയും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യദൈവനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധ ഗീതങ്ങളനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെട്ടവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാരുടെ സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്നവരുടെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. സ്നേഹമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങളെല്ലാം തിരുക്കുടുംബങ്ങളായി മാറാൻ, സ്നേഹത്തിൻ്റെ ദൈവകൃപയുടെ ഇടങ്ങളായി മാറുവാൻ വേണ്ടി വിവിധങ്ങളായ പ്രാർത്ഥനകളെ നമുക്കിപ്പോൾ കർത്താവിൻ്റെ പക്കലേക്ക് സമർപ്പിക്കാം. സർവശക്തനായ ദൈവമേ, കത്തോലിക്കാ തിരുസഭയെ നയിക്കുന്ന അങ്ങേ പ്രിയദാസരായ ഫ്രാൻസിസ് പാപ്പയെയും കർദിനാൾമാരെയും മെത്രാന്മാരെയും എല്ലാ വൈദികരെയും സന്യസ്തരെയും പരിശുദ്ധാത്മാവിൻ്റെ കൃപകളാലും വരങ്ങളാലും നിറച്ച് സഭയെ നയിക്കുവാനുള്ള അഭിഷേകത്താൽ ശക്തിപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ ദൈവമേ, തിരുക്കുടുംബത്തിൻ്റെ തിരുനാളാഘോഷിക്കുന്ന ഈ ദിവസം എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. നസ്രത്തിലെ തിരുക്കുടുംബത്തിൻ്റെ മാതൃകയിൽ പരസ്പരം ആത്മബന്ധത്തിലും ഐക്യത്തിലും ആഴപ്പെടുവാൻ കൃപയരുളണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സൗഖ്യദായകനായ ദൈവമേ, രോഗികളും നിരാലംബരുമായ എല്ലാവർക്കും ആശ്വാസമേകണമേ. അവരുടെ വേദനകളിൽ സമാധാനവും പ്രത്യാശയും നൽകി സൗഖ്യപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജ്ഞാനത്തിൻ്റെ ഉറവിടമായ ദൈവമേ, നവമാധ്യമങ്ങളിലൂടെ വചനപ്രഘോഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും, ഏറെ പ്രത്യേകിച്ച് ശാലോം ടെലിവിഷൻ്റെ പ്രവർത്തനങ്ങളെയും പരിശുദ്ധാത്മാവിനാൽ നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങൾക്ക് മുമ്പേ മരണമടഞ്ഞുപോയ എല്ലാ മരിച്ച വിശ്വാസികളെയും തൃക്കൺ പാർക്കണമേ. മാലാഖമാരുടെ രാജ്യത്ത് അങ്ങയുടെ മുഖം കണ്ട് ആനന്ദിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കൈകൾ കൂപ്പി ഒരു നിമിഷം വ്യക്തിപരമായ പ്രാർത്ഥനകളെ അർപ്പിക്കാം. കുടുംബങ്ങൾ തിരുക്കുടുംബങ്ങളാകുവാൻ കർത്താവിൻ്റെ കരുണയായി അപേക്ഷിക്കാം. കർത്താവായ ക്രിസ്തു വഴി അർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കാഴ്ചയേകാലിതാ ഞാൻ വരുന്നു, എൻ ജീവിതം ഇന്നു യാഗമേകാൻ അൾത്താരമുന്നിലായി ഇടുന്നു. എൻ ജീവനേ, എൻ ജീവനാഥ, ദാനമായി നീയേകും നന്മകളെല്ലാം ഞാൻ തിരുമുൻപിലേകുന്നു കാണിക്കയാൽ. നിൻ സ്നേഹബലിയോടു ചേർക്കണമേ, എന്നെ നീ സ്വന്തമാക്കണമേ. കാഴ്ചയേകാലിതാ ഞാൻ വരുന്നു, എൻ ജീവിതം ഇന്നു യാഗമേകാൻ അൾത്താരമുന്നിലായി ഇടുന്നു. എൻ ജീവനേ, എൻ ജീവനാഥ. സ്നേഹമുള്ളവരെ, നമ്മൾ ഒന്നായി സമർപ്പിക്കുന്ന ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമേ, താഴ്മയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിഹാര ബലി ഞങ്ങൾ അർപ്പിക്കുന്നു. പരിശുദ്ധയായ ദൈവമാതാവിൻ്റെയും വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെയും കൃപകളാൽ ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങ് സമാധാനത്തിലേക്ക് നയിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടുകൂടെ.
ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. സർവേശ പരിശുദ്ധനായ പിതാവേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങളും നന്ദി അർപ്പിക്കുക. യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. സമ്പൂജ്യ രഹസ്യത്തിൻ്റെ ഈ തിരുനാളിൽ അവിടുന്ന് ഞങ്ങൾക്ക് അദൃശ്യനെങ്കിലും മനുഷ്യപ്രകൃതിയാൽ ദൃശ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. കാലങ്ങൾക്ക് മുൻപ് ജാതനെങ്കിലും കാലത്തിലായിരിക്കാൻ തുടങ്ങി. അതുവഴിയായി വഴിതെറ്റിയ മനുഷ്യനെ സ്വർഗരാജ്യത്തിലേക്ക് അങ്ങ് തിരികെ വിളിക്കുകയും ചെയ്തു. ആകയാൽ ആനന്ദപൂർവകമായ ആഘോഷത്തോടെ അങ്ങേ നാമത്തെ സ്തുതിച്ച് ഞങ്ങളും എല്ലാ മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും ചേർന്ന് താഴ്മയായി ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. കർത്താവിൻ തിരുനാമമതിൽ വരുവോനേറ്റം ധന്യനുമാം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. സർവശക്തനായ പിതാവേ, സകല വിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവിനാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. ഇവ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി മാറ്റുവാനും കനിയണമേ. ക്രിസ്തുനാഥൻ പീഠാസഹനത്തിൽ സ്വയം ഏൽപ്പിച്ചു കൊടുത്ത രാത്രിയിൽ തൃക്കൈകളിൽ അപ്പമെടുത്ത് പിതാവായ ദൈവത്തിനർപ്പിച്ച് ഭാഗിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടു കൽപ്പിച്ചരുളി, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കും. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് മുന്തിരിച്ചാറു നിറഞ്ഞ പാനപാത്രമെടുത്ത് വീണ്ടും പിതാവിനർപ്പിച്ച്
ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടു കൽപ്പിച്ചരുളി, എല്ലാവരും വാങ്ങി ഇതിൽ നിന്നും കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്നു എന്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതൊരു എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്ത് അങ്ങയുടെ തിരുമുൻപിൽ നിൽക്കാനും അങ്ങയെ പരിചരിക്കാനും അർഹരാക്കി തീർത്തതിന് നന്ദി പറഞ്ഞ് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദൈവമേ, സഭയെ നയിക്കുന്ന ഫ്രാൻസിസ് പാപ്പയും രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാപ്പോലിത്തായും എല്ലാ മെത്രാന്മാരും വൈദികരും സമർപ്പിതരും രോഗികളും ഉൾപ്പെടുന്ന സഭയെ സ്നേഹത്തിൻ്റെ പരിപൂർണതയിലേക്ക് എത്തിക്കണമേ. ഈ ലോകത്തു നിന്നും അങ്ങേ പക്കലേക്ക് വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഓർക്കണമേ. എളിയവരായ ഞങ്ങളുടെ മേൽ കനിവുണ്ടാകണമേ. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും വിശുദ്ധ ഔസേപ്പിതാവിനോടും ഞങ്ങളുടെ സ്വന്തമായ വിശുദ്ധരുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാനും ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ദൈവ തിരുമനസ്സിനു മുൻപിൽ നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും തിരുക്കുടുംബങ്ങളാക്കണമേ എന്ന പ്രാർത്ഥനയോടെ ദൈവത്തെ സ്നേഹമുള്ള പിതാവേ എന്ന് ആത്മാർത്ഥമായി വിളിച്ച് നമുക്കൊന്നായി ആലപിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ള പാരിലുമായിടേണം. അന്നു വേണ്ടുന്നോരാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും മോചിക്കണമേ. ഈ പ്രഭാതത്തിലും ഞങ്ങൾക്ക് സമാധാനമേകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട്
അങ്ങയുടെ കരുണയാൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെല്ലാവരും എല്ലാ അപകടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. അന്ത്യദാനമായി സമാധാനം നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് കർത്താവായ യേശുവേ അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്തുവല്ലോ. ഞങ്ങളുടെ പാപങ്ങളെ തെല്ലും പരിഗണിക്കാതെ അങ്ങയുടെ കൃപയാൽ കാരുണ്യത്താൽ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും സമാധാനവും ഐശ്വര്യവും കൽപ്പിച്ചരുളിയാലും എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം പ്രിയപ്പെട്ടവരെ നമ്മോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം കർത്താവിൻ്റെ സ്നേഹവും സമാധാനവും ഇപ്പോൾ ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. കുഞ്ഞാടിതാ ദൈവ കുഞ്ഞാടിതാ, ലോകപാപങ്ങൾ നീക്കും കുഞ്ഞാടിതാ, കുഞ്ഞാടി ദിവ്യമാ ഈ വിരുന്നിൽ പങ്കുചേരും കർത്താവേ, നീൻ ഭവനത്തിൽ വരുവാൻ യോഗ്യതയിലിക്കില്ല. അവിടുന്നരുൾ ചെയ്ത അതുമാത്രം മതി എൻ്റെ ആത്മാവ് സുഖം നേടുവാൻ. അവിടുന്നരുൾ ചെയ്ത അതുമാത്രം മതി എൻ്റെ ആത്മാവ് സുഖം നേടുവാൻ. ഈശോയുടെ തിരുശരീരം നമ്മെ സമാധാനത്തിലേക്ക് എന്നും നയിക്കുമാറാകട്ടെ. ആമേൻ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങ് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ,
അങ്ങേ കൃപകളാൽ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ചുവല്ലോ. അങ്ങേ കാരുണ്യത്തിൽ ജീവിക്കാൻ അങ്ങേ മാർഗത്തിൽ നയിക്കപ്പെടാൻ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ സമാധാനത്തിൽ പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.